ബോബി ചെമ്മണ്ണൂരിനെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന് രാഹുൽ ഈശ്വർമാരെയും നിയന്ത്രിക്കാൻ പറ്റണം. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലും അവരുടെ പേഴ്സണൽ സ്പേസിലും കയറി അഭിപ്രായം പറഞ്ഞ് അവരെ ഒരു ട്രോമയിലേക്ക് തള്ളിവിടുന്നത് ഒരർത്ഥത്തിലും നല്ല ഒരു നിലപാടല്ല. കോടതി വീഡിയോകളൊക്കെ ഇന്ന് പരിശോധിച്ചു. വീഡിയോ പരിശോധിക്കുന്ന ആരും പിന്നെ ബോച്ചയ്ക്ക് അനുകൂലമായി സംസാരിക്കാൻ കഴിയില്ല. അത്ര വൃത്തികെട്ട തരത്തിലുള്ള കമൻറ്റുകളാണ് അദ്ദേഹം ഹണി റോസിനെ കുറിച്ചും അല്ലാത്തവരെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതിയിൽ നിന്ന് കിട്ടുന്ന ഈ തിരിച്ചടി അദ്ദേഹത്തെ നിശ്ചയമായും വക്കീൽ ഉപദേശിക്കുമായിരിക്കും. ഇന്ന് പുറത്തിറങ്ങി പോയിട്ട് വീണ്ടും ഈ ദ്വയാർത്ഥ ഡയലോഗ് അടിച്ച് ആളാവാൻ നിന്നാൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വിവരം അറിയും എന്ന്. അതിനിൽ 6 ദിവസം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് ശരിയാണ് സംഭവം, ഞാൻ ഒരു ഹീറോ ആണെന്നൊക്കെ സ്വയം തോന്നുമെങ്കിലും ആ ഹീറോയിസം എടുക്കാൻ പറ്റിയ ഒരു നിയമപരമായ കളത്തിലല്ല ഇപ്പോൾ ഉള്ളത് എന്നൊരു സൂക്ഷ്മത അദ്ദേഹത്തിന് വന്നേക്കും. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സംഗതി കുറച്ചൊന്ന് ഡൈലൂട്ട് ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കണം. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കേസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും വക്കീലിൻ്റെ ഉപദേശം ഉള്ളതുകൊണ്ടും അദ്ദേഹം കുറച്ചേക്കും. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ നന്നാകും എന്ന് വിചാരിക്കാൻ. നേരത്തെയും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുണ്ടായിരുന്നു. ഈ തരത്തിലുള്ള പരാമർശം നടത്തുമ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്നത് കാണണം. എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ഒരു മനുഷ്യനെ എന്തിൻ്റെ പേരിലായും മറ്റൊരു മനുഷ്യനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിൽ ന്യായമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ അദ്ദേഹത്തിന് കൈയടിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് നിർഭാഗ്യം. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ നന്നായി കളയും എന്നെനിക്ക് തോന്നുന്നില്ല. നിയമത്തിന് അദ്ദേഹത്തെ അടക്കി നിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. യെസ്, പക്ഷേ ഇവിടെ നിഷാദ് കാണേണ്ടത് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ത് തെറ്റാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊരു ചിന്താഗതിയുള്ള ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നുള്ളത് അത് എത്രത്തോളം വലിയ ആപൽക്കരമാണ്. എന്തുകൊണ്ടാണ് ആ തെറ്റ്, അതല്ലെങ്കിൽ ആ പറഞ്ഞതിലെ തെറ്റ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാത്തത്? അത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണ്. ഇപ്പം രാഹുൽ ഈശ്വർ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് സംസാരിക്കുന്ന, കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അജിംസ് പറഞ്ഞു ഞാനൊരു ജാതിവാദിയാണ്, ഞാനൊരു മതവാദിയാണ്, ഞാനൊരു ബ്രാഹ്മണനാണ് എന്നൊക്കെ പറയുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു എന്താ പറയുക, അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ, ആ കൾച്ചറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്ത്രീകൾ എവിടെയൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, സ്ത്രീകൾക്ക് എവിടേക്കൊക്കെ വരാൻ കഴിയും, സ്ത്രീകൾ എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നതുപോലെയുള്ള കാര്യങ്ങൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ഹിസ്റ്ററിയെ മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ് അദ്ദേഹം അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ ആ നിലയ്ക്ക് സ്വാധീനിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സ്ത്രീകൾക്ക് എത്താൻ പറ്റുന്ന എവിടെയൊക്കെ വരാം, സ്ത്രീകൾക്ക് എത്ര വരെയൊക്കെ സംസാരിക്കാം, സ്ത്രീകൾക്ക് എത്ര വരെയൊക്കെ വസ്ത്രം ധരിക്കാം, പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുമ്പോൾ അതിന് എന്തുമാത്രം തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാവും. ഈ കാര്യത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെക്കുന്ന, അദ്ദേഹം തന്നെ പറയുന്ന വാല്യൂ സിസ്റ്റം എന്ന വാക്കെടുത്താൽ അത് വെച്ചിട്ടാണ് ഇത്രയേ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രഥമ ദൃഷ്ടി അതിന് അനീതിയുണ്ട്. ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രം മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വേണം, അല്ലാത്തവർക്ക് എന്തുമാകാം. ഗ്രൂപ്പ് ഞാൻ പറഞ്ഞ ജെൻഡറിനെ കുറിച്ചാണ്. ആകാം എന്ന് പറയുന്നതിനകത്ത് ഗുരുതരമായ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഒരു തരത്തിൽ ബോബി ചെമ്മണ്ണൂർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്യാനുള്ള കാരണം ഹണി റോസ് ആണെന്ന് പറയുന്ന ഒരുതരം ഡോഗ് വിസിലിംഗ് ആണത്. വരൂ ആക്രമിക്കൂ, നമുക്കതിന് ന്യായമുണ്ട് എന്ന് പറയലാണ്. അത് ശരിയല്ല. ബോബി ചെമ്മണ്ണൂരിനെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന് രാഹുൽ ഈശ്വർമാരെയും നിയന്ത്രിക്കാൻ പറ്റണം. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലും അവരുടെ പേഴ്സണൽ സ്പേസിലും കയറി അഭിപ്രായം പറഞ്ഞ് അവരെ ഒരു ട്രോമയിലേക്ക് തള്ളിവിടുന്നത് ഒരർത്ഥത്തിലും നല്ല ഒരു നിലപാടല്ല.